ടീച്ചർക്ക് അറിയാം നിങ്ങൾ എല്ലാവരും മിടുക്കരായിട്ട് പറഞ്ഞു വന്നു. അപ്പൊ ടീച്ചർ അതിനു വേണ്ടി ഒരു സമ്മാനം തരണ്ടേ? എന്താ തരാ? ഒരു പാട്ട് പാടിയാലോ? നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ? അപ്പൊ ടീച്ചർ ഒരു പാട്ട് പാടിത്തരാം കേട്ടോ. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്മാളെ മാമുണ്ട ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്മാളെ മാമുണ്ട ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കഥ പറഞ്ഞു, തക്കാളിയും പപ്പാളിയും അച്ചിങ്ങ പിച്ചിങ്ങ മച്ചിങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട ചാഞ്ചാട്. കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട ചാഞ്ചാട്. എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ? അപ്പോ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാം. ഈ പാട്ട് നിങ്ങൾ എങ്ങനെയാണ് കേട്ടത്? അതെ, വിത്ത് യുവർ ഇയേഴ്സ് അല്ലേ? ടീച്ചർ പാടിയത് എന്തുപയോഗിച്ചിട്ടായിരിക്കും? യെസ്, മൈ മൗത്ത്, ലിപ്സ്, ടങ്, നോസ് അല്ലേ? ഇത്രയും ഓർഗൻസ് ടീച്ചർക്ക് പാട്ട് പാടാൻ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഇതേപോലെ നമ്മുടെ ശരീരത്തില് ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അതിൽ ചില ഓർഗൻസ് നമ്മൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സ്മെൽ ചെയ്യാൻ നമ്മുടെ നോസ് ഉണ്ട് അല്ലേ? ഇതേപോലെ ഫീൽ ചെയ്യാനുള്ള ഓർഗൻസ് ഉണ്ട്. പിന്നെ കേൾക്കാനും കാണാനും അങ്ങനെ ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസിനെ നമ്മൾ എന്താണ് പറയാ? സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഗൻസ് ആണ് അല്ലേ? കാണാനും കേൾക്കാനും ടച്ച് ഫീൽ ചെയ്യാനും അതുപോലെ ടേസ്റ്റ് ചെയ്യാനും സ്മെൽ ചെയ്യാനൊക്കെ ഉള്ള ഓർഗൻസിനെ നമ്മൾ എന്ത് പറയും? യെസ്, they are sense organs. So today we will learn about the sense organs and the different senses. You know, we have 5 sense organs that we are going to learn about. And the first one, അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? ഹോട്ട്, കോൾഡ്, റഫ്, സ്മൂത്ത്, പിന്നെ ഡിഫറെന്റ് ടേസ്റ്റ്, ഡിഫറെന്റ് സൈസസ്, ഷെയ്ഡ്സ്, ഡിഫറെന്റ് സൗണ്ട്സ്, ഡിഫറെന്റ് കളേഴ്സ്, ഇതൊക്കെ പഠിച്ചിരുന്നു അല്ലേ? എല്ലാവരും അതിന്റെ സ്പെല്ലിങ്സ് ഒക്കെ പഠിച്ചോ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങളുടെ ചില കൂട്ടുകാർ സ്പെല്ലിങ്സ് പഠിക്കാൻ മടിയുള്ളവരാണ് അല്ലേ? ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. അടുത്ത എക്സാമിന് എല്ലാവരും സ്പെല്ലിങ്സും കൂടെ പഠിച്ചിരിക്കുക. ഓക്കെ? ഇനിയുള്ള ക്ലാസ്സിൽ എന്തൊക്കെയാണോ പറഞ്ഞു തരുന്നത് അതിന്റെ വേർഡ്സിന്റെ സ്പെല്ലിംഗ് കൂടെ പഠിക്കാം. എല്ലാവരും നന്നായിട്ട് പറയുന്നുണ്ടെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. പക്ഷെ ചിലരൊക്കെ സ്പെല്ലിങ്സ് കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നന്നായിട്ട് എഴുതി പഠിക്കാം. ഓക്കെ? റഫ് നോട്ടിൽ കുറേ തവണ എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് സ്പെല്ലിങ്സ് കിട്ടും കേട്ടോ. സോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ വേർഡ്സ് ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കൂ. അതിൽ കുറച്ച് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ഫസ്റ്റ് വി ഹാവ് സ്റ്റഡിഡ് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എ സാൻഡ് പേപ്പർ ആൻഡ് എ വൈറ്റ് പേപ്പർ. സോ അതിന്റെ ഡിഫറൻസസ് എന്തായിരുന്നു? യെസ്, the sandpaper was rough and the white paper was smooth. How could we know this? Which sense organ helped us to identify this? ഏത് സെൻസ് ഓർഗൻ ആയിരിക്കും നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക? യെസ്, വിത്ത് അവർ സ്കിൻ അല്ലേ? നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് റഫ് ആണോ സ്മൂത്ത് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ദ സെയിം വേ വി ക്യാൻ ഐഡന്റിഫൈ ദ കോൾഡ് ആൻഡ് ഹോട്ട് ഓർ വാം. തണുപ്പും ചൂടും എല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്കിൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ? നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ ദേഹത്തൊക്കെ തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? സോ ദ സ്കിൻ ഈസ് ഓൾസോ എ സെൻസ് ഓർഗൻ വിച്ച് ഹെൽപ്സ് us to feel rough, smooth, cold, hot or warm.
അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ സ്കിന്നാണ്. സോ സ്കിൻ helps us to feel. Next we have studied about different tastes, isn't it? Do you remember which are the different tastes? Yes, salty, sweet, sour and bitter. How could we identify these? Which sense organ helps us to identify the taste of these food items? എങ്ങനെ നമ്മൾ ഇത്രയും ഫുഡ് ഐറ്റംസിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ടേസ്റ്റ് ആണല്ലേ, ഇതെല്ലാം നമ്മൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും? യെസ്, യൂസിങ് അവർ ടങ്. സോ ടങ് ഇസ് ഓൾസോ എ സെൻസ് ഓർഗൻ വിച്ച് ഹെൽപ്സ് us to identify the taste. Then next we have studied different colors, അല്ലേ? You all like different colors. In English, the first chapter you have studied about the rainbow, isn't it? How many colors are there in a rainbow? Yes, 7 colors. All the 7 colors are beautiful. Have you ever seen a rainbow? Yes, we can see a rainbow with different colors, that is 7 colors are there, and all these colors are very beautiful to see, isn't it? അപ്പൊ ഈ കളേഴ്സ് ഒക്കെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? യെസ്, യൂസിങ് അവർ ഐസ്. ആൻഡ് ഓൾസോ വി ക്യാൻ ഐഡന്റിഫൈ ദ ഡിഫറെന്റ് ഷേപ്സ്, സൈസ്, അല്ലേ? സൈസസും ഷേപ്സും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിഗ് ആണോ, ലാർജ് ആണോ, സ്മോൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? സോ all these things we can identify using our eyes. So our eyes helps us to identify different colors, sizes and shapes. The next we have studied about the different types of sounds when we made claps and bell. When you make claps, what kind of sound is coming? Yes, it is a soft sound. And when we ring a bell, it will be a loud sound. So soft sound, loud sound and all we can identify using our ears. And you heard of my song with your ears. And you are watching the video using your eyes and ears, isn't it? So ears helps us to identify different sounds. And when your mother prepares a special food item, what will you do? You will run to the kitchen and will grab to eat it, അല്ലേ? അപ്പോൾ അതിന് നമ്മളെ സഹായിച്ച സെൻസ് ഓർഗൻ ഏതാണ്? അമ്മ നിങ്ങളെ അറിയാതെ ആയിരിക്കും കിച്ചണിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അല്ലേ? നിങ്ങളിപ്പോൾ ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് അത് മനസ്സിലാക്കും. അമ്മ എന്താ ഉണ്ടാക്കുന്നത്? സ്പെഷ്യലായിട്ട് ബിരിയാണിയൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ല് വരും, അല്ലേ? ഹൗ കുഡ് വി ഐഡന്റിഫൈ ദിസ് സ്മെൽ? വിച്ച് സെൻസ് ഓർഗൻ ഹെൽപ്സ് us to smell? Yes, it is using our nose. So nose is also a sense organ which helps us to identify the good smell and also a bad smell. Bad smell ഏതൊക്കെയാണ് അറിയാലോ, അല്ലേ? ഡിച്ചിന്റെ ഒക്കെ അടുത്തുകൂടെ പോകുമ്പോൾ ഭയങ്കര ബാഡ് സ്മെൽ വരും, അല്ലേ? യു വിൽ ക്ലോസ് യുവർ നോസ് ലൈക്ക് ദിസ് ബിക്കോസ് യു ഡോണ്ട് ലൈക്ക് ടു സ്മെൽ ഇറ്റ്. സോ our nose helps us to identify the different smells, and you can smell different flowers using your nose, and you will identify which flower is, and you can identify which food item. These are all with using our nose we can identify, isn't it? See, this is a jasmine flower. We can identify this using our nose. When we are closing our eyes also, we can smell it and identify using our nose. അല്ലേ? നമുക്ക് കാണാതെ തന്നെ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? യൂസിങ് അവർ നോസ്.
So that's all about the sense organs. So we have studied the 5 sense organs, that is eyes, ears, tongue, nose and skin. So now you take the page number 11 of your little thinker and start writing the answers. So the first one is fill in the blanks with the right sense organs and their senses. So you have to write the sense organ according to the picture and its senses. Okay. So the first one is eye. So it is already given. Eye helps to the sense sight. Like sight means kaarcha. And the next is ears. Here it is only one ear, so you write ear. E-A-R. How many ears we have? We have 2 ears and 2 eyes. But here only one ear is given, so you write ear. E-A-R. So which is the sense? Yes, sound. Ears helps us to identify sound. S-O-U-N-D. Sound. And what's the next? Next is tongue. Naak. Like tongue in spelling in the T-O-N-G-U-E. T-O-N-G-U-E. So tongue helps us to identify which sense? Yes, taste. T-A-S-T-E. Taste. And the next one is nose. Which sense is identified by the nose? Yes, smell. S-M-E-L-L. Smell. N-O-S-E. Nose helps to identify S-M-E-L-L. Smell. And which is the last one? Yes, skin. S-K-I-N. Skin. So our skin helps us to feel the touches. Different touches we can identify. So you should know what is good touch and bad touch. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവാം, എങ്കിലും ടീച്ചർ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അടുത്ത് പെരുമാറുന്നവർ, അപ്പോൾ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ പോട്ടെ, അവരൊന്നും കുഴപ്പമില്ല. അവരെ കൂടാതെ നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ അങ്കിൾസ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വരുന്നവരാണെങ്കിൽ ഓട്ടോ ഡ്രൈവേഴ്സ്, ഇവരോടൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ചിലർ നിങ്ങളെ ഉപദ്രവിക്കാൻ വരും, അല്ലേ? നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ടച്ച് ചെയ്തിട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ വരും. അങ്ങനെയുള്ളവരോട് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, യു ഷുഡ് സേ നോ. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നോ പറയണം. എന്നിട്ട് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കണം. ഓക്കെ, മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ അവർ ഉപദ്രവിക്കും, കേട്ടോ? സോ ദിസ് ഇസ് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഗുഡ് ടച്ച് എന്ന് വെച്ചാൽ എന്താ? അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ തലോടുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുക, അല്ലേ? അത് ഗുഡ് ടച്ച്. ബാഡ് ടച്ച് എന്ന് വെച്ചാൽ നിങ്ങളോട് തെറ്റായ ഉദ്ദേശത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്നത്, തൊടുന്നതൊക്കെ ബാഡ് ടച്ച്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? Now we can fill in the blanks. There are 5 questions given related to this sense organs. Okay, the first question is the dash helps us identify cold and hot objects. What is the answer? Yes, skin. Write carefully. S-K-I-N. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. അതുപോലെ തന്നെ സ്പെല്ലിംഗ് കൂടെ പഠിച്ചുകൊണ്ടേ പോവാം. എഴുതുമ്പോൾ തന്നെ സ്പെല്ലിങ്സും പഠിക്കാം. ഓക്കെ, ദ നെക്സ്റ്റ്, ദ സെൻസ് ഓർഗൻ ദാറ്റ് ഹെൽപ്സ് us taste things is the dash. What is the answer? Yes, tongue. T-O-N-G-U-E. T-O-N-G-U-E.
അങ്ങനെ പഠിക്കാം കേട്ടോ. TONGUE. Okay. Next, third one. Our dash helps us identify different types of sound. Which sense organ is that? Yes, ears. 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 So both our ears helps us to identify sound. And what is the fourth one? Our dash helps us identify fresh food and spoiled food. Fresh food ആണെങ്കില് good smell. Spoiled food ആണെങ്കിലോ bad smell ആയിരിക്കും അല്ലേ? So both this good smell and bad smell we can identify using our nose. 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 And what is the last one? Our dash helps us identify objects of different color, size and shape. So different size, color, shapes ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് which organ? Which sense organ? Yes, eyes. Eyes. We have 2 eyes which helps us to identify these. Okay, finished. Now you turn the page number 12. What can you see there? There are some pictures, isn't it? What is the first picture? Yes, the pan is hot and the hand is removed. Hand pull out ചെയ്യുന്നുണ്ട് because of the pan is hot. So, which sense organ helps us know that the pan is hot? ചൂടുള്ള പാത്രത്തിൽ കൈ വെക്കുമ്പോൾ നമ്മൾ കൈ വലിച്ചെടുക്കണം അല്ലേ? അപ്പൊ അതിലെ ഏത് സെൻസ് ഓർഗൻ ആണ് നമ്മൾ സഹായിച്ചത്? അത് ഹോട്ട് ആണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചത് ഏത് സെൻസ് ഓർഗൻ ആണ്? യെസ്, നോസ് ആണ്. അല്ല. ഇയേഴ്സ് ആണോ? അല്ല. പിന്നെന്താണ്? സ്കിൻ. യെസ്, KIN. Skin. The next question. റാം ഒരു കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ കുട്ടിയുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. കണ്ണ് കെട്ടിയിട്ട് ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആർ കെപ്റ്റ് ഓൺ ദ ടേബിൾ. സോ ഹി ഹാസ് ടു ഐഡന്റിഫൈ വിത്തൗട്ട് സീയിങ് ദം വിച്ച് ഫ്ലവർ ഈസ് ദാറ്റ്. സോ നിങ്ങൾക്ക് അറിയാം, മുല്ലപ്പൂവിന്റെ മണം അറിയാം, റോസിന്റെ മണം അറിയാം, അതുപോലെ ചെമ്പകത്തിന്റെയൊക്കെ മണം അറിയാം അല്ലേ? ഇത് നിങ്ങൾക്ക് കാണാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് പറയാൻ കിട്ടുമോ? യെസ്. വിച്ച് സെൻസ് ഓർഗൻ helps to identify the smell? Yes, nose. So here Ram has to identify the objects in front of him without seeing them. List the sense organs he would use. ഏത് സെൻസ് ഓർഗൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? യെസ്, നോസ് ആൻഡ് ഓൾസോ സ്കിൻ. തൊട്ട് നോക്കിയാലും മനസ്സിലാകും, അതുപോലെ തന്നെ മണത്തും അറിയാൻ പറ്റും അല്ലേ? മണക്കാനും കഴിയും, തൊട്ട് നോക്കാനും കഴിയും. അതിന് ഏത് സെൻസ് ഓർഗൻസായി യൂസ് ചെയ്യാം? യെസ്, സ്കിൻ ആൻഡ് നോസ്. സോ യു റൈറ്റ് സ്കിൻ, നോസ്. Now you look at the next picture. One boy is searching for his phone, isn't it? So which sense organ helps him to identify where is his phone? You look at the picture carefully. The phone is ringing. ഫോൺ അടിക്കുന്ന ശബ്ദവും കേൾക്കാൻ പറ്റും, അതുപോലെ ഫോൺ എവിടെ ഇരിക്കുന്നതെന്ന് കാണാനും പറ്റും. ആദ്യം നമ്മൾ കേൾക്കും, പിന്നെ നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ കാണുകയും ചെയ്യും. So which are the sense organs which helps him to identify his phone? Yes, ears as well as eyes. So you write ears, eyes. Now you look at the page number 13. One activity is there that you can do it as home fun. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. Circle the word which do not match the sense organs. So sense organs in the pictures കൊടുത്തിട്ടുണ്ട്. Which are the sense organs?
ഐ, ഇയർ, നോസ്, ടങ് ആൻഡ് സ്കിൻ. അപ്പൊ ഈ സെൻസ് ഓർഗൻസ് ആയിട്ട് മാച്ച് ചെയ്യാത്ത വേർഡ്സ്, ആ പിക്ചറിന്റെ നേരെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ വേർഡ്സിൽ ഏത് വേർഡാണോ ഈ പിക്ചറുമായിട്ട് മാച്ച് ചെയ്യാത്തത് അത് നിങ്ങൾ എന്ത് ചെയ്യണം, സർക്കിൾ ചെയ്യണം. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു ടു ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ പിക്ചർ ഇസ് ഐ. വിച്ച് ആർ ദ വേർഡ്സ് ഗിവൺ ദേർ? ഫോട്ടോ, മ്യൂസിക്, സ്റ്റാർസ്, മൂൺ ആൻഡ് സൺ. സോ ഇതില് ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഐസ് കൊണ്ട് നമുക്ക് ഫോട്ടോ കാണാൻ പറ്റും, മൂൺ കാണാൻ പറ്റും, സ്റ്റാർസിനെ കാണാൻ പറ്റും, ദെൻ സണ്ണിനെയും കാണാൻ പറ്റും. അതിലേതാണ് കാണാൻ പറ്റാത്തത്? മ്യൂസിക് നമുക്ക് കാണാൻ പറ്റും? ഇല്ല. സോ മ്യൂസിക് എന്ന വേർഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യാം. സോ ഇതേപോലെയാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതൊക്കെ ചെയ്തിട്ട് ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷായി. അതിനൊരു കൈയടി കൊടുക്കാം. യെസ്. സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ വേർഡ്സും, പഠിക്കേണ്ട വേർഡ്സൊക്കെ എഴുതി പഠിക്കുക. ടീച്ചർ ഹോം ഫണ്ടൊക്കെ ഇപ്പോൾ തന്നു. ഇനി വേറെ എന്തെങ്കിലും ഹോം ഫണ്ട് ഉണ്ടെങ്കിൽ അതും തരാം. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് നല്ല കുട്ടികളായിട്ട് ഇരിക്കുക, നല്ല ഫുഡൊക്കെ കഴിച്ച് സേഫായിട്ട് ഇരിക്കുക. ഓക്കെ, വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ ന്യൂ ചാപ്റ്റർ. ടിൽ ദെൻ, ടേക്ക് കെയർ. ബൈ.